ഇന്ത്യ ചില കടുത്ത തീരുമാനങ്ങളിലേക്ക് പോവുകയാണ്. മോദി ഈ മാസം 31-ന് ചൈനയിൽ പോവുകയാണ്. ചൈനയിൽ പോകുന്നില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. പക്ഷേ ചൈനയിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് ചൈനയിൽ നിന്നുള്ള വിദേശകാര്യമന്ത്രി ഇന്ത്യയിലെത്തുന്നു. അതായത് ആ പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്ലാനുകൾ രൂപീകരിക്കാൻ, അതിൻ്റെ പദ്ധതികൾ രൂപീകരിക്കാൻ. അപ്പോൾ അമേരിക്ക ആകെ ഞെട്ടിവിറച്ചിരിക്കുകയാണ്. ട്രംപ് ആകെപ്പാടെ ഒരുമാതിരി പാനിക്കായി. വൈറ്റ് ഹൗസിൻ്റെ മുകളിലൊക്കെ ട്രംപ് ഇറങ്ങി നടക്കുന്നു എന്നാണ് കേട്ടത്. അതായത് വൈറ്റ് ഹൗസിൻ്റെ മുകളിലൂടെ ഭ്രാന്തായിട്ട് വൈറ്റ് ഹൗസിൻ്റെ മുകളിലൂടെയൊക്കെ നടക്കുന്ന ആദ്യത്തെ തെക്കോടൊക്കെ നടക്കുകയാണ്. അപ്പം ഇങ്ങനെ ഇന്ത്യ, ചൈന, റഷ്യ എന്നുള്ളൊരു കൂട്ടായ്മ വന്നു കഴിഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ച് അത് കണ്ടിരിക്കാൻ പറ്റില്ല, സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്തായിരിക്കും ഇനി നടക്കാൻ പോവുക? അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോക പോലീസ് ആവാൻ വേണ്ടിയിട്ട് അമേരിക്കയിലേക്ക് ഇറക്കുമതി നടത്തുന്ന എല്ലാ രാജ്യങ്ങൾക്കും വലിയ തോതിൽ തീരുവയൊക്കെ കൂട്ടി, പകരച്ചുങ്കം ഇതൊക്കെ കൂട്ടിയിട്ട് ഇപ്പം ഒരു നല്ല ഫോമിൽ നിൽക്കുന്ന സമയമായിരുന്നു അമേരിക്ക. ഇന്ത്യക്കും ബ്രസീലിനുമാണ് 50% നികുതി വർദ്ധിപ്പിച്ചത്. സ്വാഭാവികമായിട്ടും അത് അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധത്തിന് വലിയ കോട്ടം തട്ടും. അമേരിക്കയിലേക്ക് സാധനങ്ങൾ കയറ്റുമതി കുറയും. അങ്ങനെ വ്യാപാര ബന്ധത്തിൽ വലിയ വിള്ളൽ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ലോകത്തിലെ തന്നെ വലിയ ശക്തികളിൽ ഒന്നായ ചൈനയും മറ്റൊരു പ്രബല ശക്തിയായിട്ടുള്ള റഷ്യയുമായിട്ട് ഇന്ത്യ കൈകോർക്കാൻ തീരുമാനിച്ചു. ഇതിൻ്റെ പ്രധാന കാരണം റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി, അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യുന്നു. ഇറക്കുമതി ചെയ്തതിന് ശേഷം അത് ഇന്ത്യ പെട്രോളും ഡീസലും മണ്ണെണ്ണയൊക്കെ ആക്കി മാറ്റിയിട്ട് മറ്റ് രാജ്യങ്ങൾക്ക് വിൽപ്പന നടത്തുന്നു. അതാണ് ഇന്ത്യ ചെയ്യുന്നത്. ഒരു ഇടനിലക്കാരൻ്റെ ഭാഗം മാത്രമേ ഇന്ത്യ അതിനകത്ത് വഹിക്കുന്നുള്ളൂ. കാരണം അമേരിക്ക നൽകുന്ന അസംസ്കൃത എണ്ണയേക്കാൾ വില കുറച്ച് റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ കിട്ടും. സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ ഒരു പച്ചക്കറി കടയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ തക്കാളിക്ക് 30 രൂപയാണെങ്കിൽ അപ്പുറം 25 രൂപയാണെങ്കിൽ തക്കാളിയുടെ ക്വാളിറ്റി നോക്കിയിട്ട് നമ്മൾ അപ്പുറത്ത് തന്നെ വാങ്ങിക്കും. അത് അങ്ങനെയാണ്, മനുഷ്യ സഹജമായ ഒരു കാര്യം. അങ്ങനെയാണ്. എവിടെയാണ് വില കുറച്ച് കിട്ടുന്നത് അതിൻ്റെ ക്വാളിറ്റിയും കൂടെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ വാങ്ങിക്കുക എന്നുള്ളത്. ഇവിടെ റഷ്യയിൽ നിന്ന് നമ്മൾ ചെറിയ പൈസയ്ക്ക് എണ്ണ വാങ്ങിക്കുന്നു എന്നുള്ളതാണ് അമേരിക്കയെ ചൊടിപ്പിക്കുന്ന കാര്യം. അപ്പോൾ അമേരിക്ക ഇന്ത്യക്ക് ഈ പറഞ്ഞതുപോലെ തീരുവ കൂട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ കയറ്റുമതിയിൽ വലിയ ഗണ്യമായിട്ടുള്ള കുറവ് വരും. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയിലേക്ക് ഇന്ത്യ പോകും എന്നുള്ള ഒരു കണക്കുകൂട്ടലുകളൊക്കെയാണ് അമേരിക്കയ്ക്കുള്ളത്. അപ്പം നമ്മൾ അമേരിക്കയുടെ കാല് പിടിക്കും. അമേരിക്ക പറയും പോലെ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ നമ്മൾ നിർത്തിയിട്ട് അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങാൻ തുടങ്ങും. അപ്പോൾ ആ ലാഭം കൂടെ അമേരിക്കയ്ക്ക് കിട്ടും. അപ്പോൾ തീരുവ കുറച്ച് കൊടുക്കാം എന്നുള്ളതാണ് അമേരിക്കയുടെ ധാരണ. പക്ഷേ അതിൽ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ വേറൊരു ഗെയിം പ്ലാൻ ചെയ്തു. ചൈന, ഇന്ത്യ, ഈ പറഞ്ഞതുപോലെ റഷ്യ, ജപ്പാൻ ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു വേറെ തന്നെ ഒരു സാമ്രാജ്യം, ഒരു സഖ്യം രൂപീകരിക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം കൂടി ഉള്ളത്. അതാണ് അമേരിക്ക പാനിക്കായി പോയത്. അതന്നെ, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ചൈനയുമായിട്ട് സന്ദർശനം നടത്തുന്നതിൻ്റെ, ഈ പ്രധാനമന്ത്രി ചൈനയിൽ സന്ദർശനം നടത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നയതന്ത്ര ഉദ്യോഗസ്ഥർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ യാത്ര ചെയ്യുന്നു. പ്രതിരോധ മന്ത്രി വിവിധ രാജ്യങ്ങൾ അതായത് യാത്ര ചെയ്യുന്നു. സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ യാത്ര ചെയ്യുന്നു. അപ്പോൾ ഇവരൊക്കെ യാത്ര ചെയ്തതിന് ശേഷം ഏറ്റവും ഒടുവിലായിട്ട് രണ്ട് രാജ്യത്തിൻ്റെയും പ്രധാനമന്ത്രിമാരും പ്രസിഡന്റും ഒക്കെ ഇരുന്ന് വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാനുള്ള നീക്കമാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും. അപ്പോൾ ഇതൊരു വലിയ മാർക്കറ്റാണ് രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം. ചൈനയ്ക്ക് ഇന്ത്യ ആണെങ്കിലും ഇന്ത്യക്ക് ചൈനയാണെങ്കിലും ഇത്രയും അധികം ജനസംഖ്യ ഉള്ള രാജ്യങ്ങളാകുമ്പോൾ വലിയൊരു മാർക്കറ്റാണ് ഓപ്പൺ ആയി നിൽക്കുന്നത്. അപ്പോൾ കച്ചവട സാധ്യതകൾ എങ്ങനെയൊക്കെയാണ്? അപ്പോൾ ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഒരുപാട് നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന 90% സാധനങ്ങളും ചൈനയുടെ ഉൽപ്പന്നങ്ങളാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വാച്ചാണെങ്കിലും ഈ ഉപയോഗിക്കുന്ന സ്പെക്സ് ആണെങ്കിലും എല്ലാം എന്തെങ്കിലും ഒരു പാർട്ട് ചൈനയിൽ നിന്ന് വന്നിട്ടുള്ളതായിരിക്കും അതുണ്ടാക്കിയത്. ഇനി നിർമ്മാണം ഇന്ത്യയിലാണെങ്കിൽ പോലും. അപ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയൊരു മാർക്കറ്റാണ് ഇന്ത്യ. അപ്പം ഇന്ത്യയെ സംരക്ഷിച്ച് നിർത്തുക, ഇന്ത്യയിലെ മാർക്കറ്റ് സംരക്ഷിക്കുക എന്നത് ചൈനയുടെ കൂടെ ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് ഇന്ത്യക്കും ഇതുപോലെ തന്നെ വിവിധ സാധനങ്ങൾ, ഇപ്പോൾ പച്ചക്കറി പോലുള്ള കാർഷിക മേഖലയിലുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിലും അതും ഇന്ത്യ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി അയക്കുന്ന, അതിലും ഈ പറഞ്ഞ ചൈന ഇന്ത്യയുടെ ഒരു മാർക്കറ്റായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. അപ്പം കൊടുക്കൽ വാങ്ങലുകൾ നല്ല രീതിയിൽ നടക്കുന്ന രണ്ട് രാജ്യങ്ങൾ, ആ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് പ്രധാനമന്ത്രി ഈ വരുന്ന 31-ാം തീയതി ചൈന സന്ദർശനം നടന്നത്. അതുപോലെ തന്നെയാണ് റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയിൽ നിന്ന് എണ്ണ നമ്മൾ വാങ്ങിക്കുന്നു, പകരം ഇന്ത്യയിൽ നിന്നുള്ള പല സാധനങ്ങളും ഈ റഷ്യയിലേക്ക് കയറ്റുമതി നടത്തുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പം റഷ്യ വലിയ ലോകത്തെ ഏറ്റവും വലിയ രാജ്യമാണല്ലോ റഷ്യ. അപ്പം റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ മാർക്കറ്റ് ഓപ്പണായി കിട്ടുന്നുണ്ട്. ഇന്ത്യക്കും അതുപോലെ തന്നെ തിരിച്ചും. അപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യം നമ്മളെ ഭയപ്പെടുത്താൻ നിന്നു കഴിഞ്ഞാൽ ആ ഭയപ്പെടുത്തലിന് നിന്ന് കൊടുക്കേണ്ടതില്ല എന്നൊരു തീരുമാനമാണ് ഇന്ത്യ എടുക്കുന്നത്.
നമുക്ക് നീ അല്ലെങ്കിൽ വേറെ, നിങ്ങളല്ലെങ്കിൽ വേറെ, നിന്റെ മാർക്കറ്റ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ മാർക്കറ്റ്. ആ ഒരു നയത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യ ഈ പറഞ്ഞതുപോലെ ചൈനയുമായിട്ടും റഷ്യയുമായിട്ടും കൈകോർക്കാൻ പോകുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യ, റഷ്യ, ചൈന ഈ 3 രാജ്യങ്ങൾ തമ്മിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഖ്യം രൂപീകരിക്കാനുള്ള കാര്യങ്ങളെല്ലാം തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് പക്ഷേ മറ്റു പല കാരണങ്ങൾ കൊണ്ടും ആ സഖ്യം രൂപീകരിച്ച് ഒരു മുന്നോട്ട് പോകാൻ സാധിക്കാതെ വന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പം ആ സഖ്യം രൂപീകരിച്ച ഘട്ടത്തിൽ തന്നെ അമേരിക്ക, ലോക പോലീസായിട്ട് അവകാശപ്പെടുന്ന അമേരിക്ക ഭയപ്പെട്ടിരുന്നു എന്നുള്ളതാണ് വസ്തുത. പിന്നീട് ഇപ്പോൾ വീണ്ടും ഈ 3 പ്രബല രാജ്യങ്ങൾ ഒരുമിച്ച് ഒരു സഖ്യം രൂപീകരിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണിയാണ്. അമേരിക്കയുടെ പല തീരുമാനങ്ങളും നടപ്പിലാക്കാൻ പറ്റാത്തൊരു പ്രശ്നം വരുന്നു. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. അതായത് 50% നികുതിയാണ് ഇന്ത്യക്കും ബ്രസീലിനും ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം വെറും 19% നികുതിയാണ് പാകിസ്ഥാൻ പോലുള്ള ഒരു രാജ്യത്തിന് അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ 50% നികുതി ഏർപ്പെടുത്തുന്ന ഘട്ടത്തിൽ ഈ ബ്രിക്സ് രാജ്യങ്ങളിൽ പെടുന്ന രാജ്യങ്ങളായ ഇന്ത്യ, ചൈന, റഷ്യ ഈ പറഞ്ഞ രാജ്യങ്ങൾക്കെല്ലാം തന്നെ 10% അഡീഷണൽ നികുതി. അതിന് പറയുന്ന പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോളർ ഉപയോഗിക്കാതെ വിനിമയം നടത്തുന്നു എന്നുള്ളതാണ്. ലോകത്ത് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും വിനിമയം നടത്തുന്നത് ഡോളറിലാണല്ലോ. ഇപ്പം നമ്മൾ എണ്ണ വാങ്ങിക്കുന്നതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന രൂപ, പക്ഷേ നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നത് രൂപ കൊടുത്തിട്ടാണ്. അപ്പം റഷ്യ ഇന്ത്യയോട് പറയുന്നത് ഞങ്ങൾക്ക് ഡോളർ വേണ്ട, നിങ്ങൾ രൂപ തന്നാൽ മതി, നിങ്ങളുടെ വിനിമയ മാധ്യമം എന്താണോ അത് തന്നാൽ മതി നമുക്ക് പറഞ്ഞത് റഷ്യ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡോളറിനെ അവിടെ ആവശ്യമില്ലാത്ത ഒരു വസ്തുവായി മാറി. അപ്പം ഡോളറിനെ ഉപയോഗിക്കുന്നില്ല, രാജ്യത്തെ വിനിമയ സംവിധാനങ്ങളിൽ നിന്ന് ഡോളറിനെ മാറ്റി നിർത്തുന്നു. അപ്പം ഇതൊക്കെയാണ് അമേരിക്കയെ ചൊടിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അമേരിക്ക റഷ്യയുമായിട്ടും ഈ ചൈനയുമായിട്ടും ഒക്കെ ഒരു അകൽച്ച കീപ്പ് ചെയ്യുന്ന ഘട്ടത്തിലാണ് അമേരിക്ക പാകിസ്ഥാൻ്റെ അസീം മുനീറിനെ വിളിച്ചു കൊണ്ടുപോകുന്നു. അസീം മുനീറിന് സദ്യ കൊടുക്കുന്നു. എന്നിട്ട് അസീം മുനീറിനോട് പറയുന്നു, നിങ്ങൾക്ക് ഞങ്ങൾ F-35 യുദ്ധവിമാനങ്ങൾ നൽകാം, പകരം ഞങ്ങൾക്ക് ഒരു താവളം തരണം എന്നുള്ളത്. ഈ താവളം തരണം എന്നുള്ളത് നമ്മളൊക്കെ ആദ്യഘട്ടങ്ങളിലൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കാര്യം. ചൈനയുമായിട്ടുള്ള അമേരിക്കയുടെ ഇഷ്യൂ കാരണമാണ് പാകിസ്ഥാനിൽ ഒരു താവളം ചോദിക്കുന്നത് എന്നാണ്. അത് മാത്രമല്ല, ഇവർക്ക് കൃത്യമായിട്ട് അറിയാം, അമേരിക്കയുടെ ഇൻ്റലിജൻസ് ഒക്കെ വളരെ കൃത്യതയോടുകൂടി പ്രവർത്തിക്കുന്ന ഇൻ്റലിജൻസ് ആണ്. അപ്പം അവർക്ക് കൃത്യമായിട്ടറിയാം ഇന്ത്യ, ചൈന, റഷ്യ ഈ 3 രാജ്യങ്ങളും കൂടെ ചേർന്നിട്ട് ലോകത്തെ ഒരു പ്രധാനപ്പെട്ട ശക്തിയായി മാറാൻ പോകുന്നു. അങ്ങനെ രാജ്യം അല്ലെങ്കിൽ ലോകം ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ഒരു ശക്തിയായിട്ട് ഈ 3 രാജ്യങ്ങൾ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനോടൊപ്പം ചേരാൻ മറ്റു രാജ്യങ്ങൾ കൂടി താല്പര്യം പ്രകടിപ്പിക്കും. അപ്പോൾ ഈ പറയുന്ന 3 രാജ്യങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ എല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ഒരു മേഖല മുഴുവൻ ഒരു സഖ്യമായി മാറുകയും അവർക്ക് ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങൾക്കും മേൽ സർവാധിപത്യം കിട്ടുന്ന രീതിയിലേക്ക് ആ സഖ്യത്തിന് വളരും എന്ന് മനസ്സിലാക്കിയ അമേരിക്ക ഇതിന് നടുക്ക് അവർക്കൊരു വ്യോമതാവളം വേണം. എവിടെയെങ്കിലും ഒരു അടിക്കേണ്ട കേസ് വന്നു കഴിഞ്ഞാൽ സ്പോട്ടിൽ അടിക്കാൻ. അപ്പോൾ ഇവർക്ക് വ്യോമതാവളം കിട്ടാൻ ഒറ്റ സ്പേസ് മാത്രമേ ഉള്ളൂ, പാകിസ്ഥാൻ. അതുകൊണ്ടാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അമേരിക്ക യുദ്ധോപകരണങ്ങൾ നൽകും എന്നുള്ള ഉറപ്പിലും ഇന്ത്യയുമായിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഘട്ടത്തിൽ ഇന്ത്യക്ക് മേൽ പ്രയോഗിച്ച പല ഉപകരണങ്ങളും ചൈനയിൽ നിന്ന് അവർ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഈ അമേരിക്കയുടെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യക്ക് മേൽ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഒരു കാര്യം കൂടി നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കും. അതായത് അമേരിക്ക വലിയ യുദ്ധോപകരണങ്ങൾ കൊടുത്തു എങ്കിൽ പോലും തദ്ദേശീയമായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് പോലുള്ള മിസൈലുകൾ ഉപയോഗിച്ച് അമേരിക്കയുടെ വലിയ യുദ്ധക്കോപ്പുകൾ വരെ അടിച്ചു തകർക്കാൻ ഇന്ത്യക്ക് കഴിവുണ്ടായിരുന്നു എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഞെട്ടലുളവാക്കിയ ഒരു സംഭവമായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ലോകത്തെ ഒരു പ്രബല ശക്തിയായിട്ട് ഈ സഖ്യം മാറുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ പാകിസ്ഥാനിൽ ഒരു വ്യോമതാവളത്തിന് വേണ്ടി അമേരിക്ക ശ്രമിക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രിയുടെ ചൈന സന്ദർശനം അത് ഇന്ത്യക്ക് മാത്രമായിരിക്കില്ല ഗുണകരമാകുന്നത്. ലോകത്തെ ഒരു പ്രബല ശക്തിയായിട്ട് ഈ 3 രാജ്യങ്ങൾ നേതൃത്വം നൽകുന്ന ഒരു ശക്തി വളർന്നു വരുമ്പോൾ അത് അമേരിക്കയെ പോലും വെല്ലുവിളിക്കാൻ സാധിക്കുന്ന ഒരു വലിയ ശക്തിയായിട്ട് അത് മാറുകയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.